സുഖല്ലേ? ഞങ്ങളിതാ പാലക്കാടിന്റെ വ്യത്യസ്തമായ കാഴ്ചകൾ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. ശരിക്കും പാലക്കാടിന്റെ മനോഹാരിത ശരിക്കും ഒന്നുകൂടി അറിയാൻ വേണ്ടി ഇറങ്ങിയതാ. ഞങ്ങൾക്കറിയാം അടിപൊളിയാണ് പാലക്കാട്, എന്നാലും പക്ഷെ ഇത്തവണ നമുക്ക് ഒരു പ്രത്യേകിച്ച് ഒരു ലക്ഷ്യങ്ങളൊന്നുമില്ല, എവിടേക്കാ പോകേണ്ടത്, അങ്ങനെ പ്രത്യേകിച്ച് ഒരു സ്ഥലമൊന്നും ഞങ്ങൾ ടാർഗറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ കാണുന്ന കാഴ്ചകൾ അതേപോലെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ വിചാരിച്ചു. ഞങ്ങളിതാ സീതാർകുണ്ട് വെള്ളച്ചാട്ടം കാണാൻ പോവാണ്. നമ്മൾ നെല്ലിയാവതി പോയപ്പോ സീതാർകുണ്ട് വ്യൂ പോയിന്റ് കണ്ടില്ലേ? ഇത് സീതാർകുണ്ട് വെള്ളച്ചാട്ടം. ഈ പിന്നിൽ കാണുന്നത് നെല്ലിയാവതി മലനിരകളാണ് കേട്ടോ. നമ്മൾ അതിന്റെ താഴത്തെത്തി. 4 പേർക്ക് നിറയെ നെൽപ്പാടങ്ങള്, ചെറിയൊരു റോഡ്, വരമ്പ് പോലെ ചെറിയൊരു റോഡ്, അതിന്റെ പിന്നിൽ നല്ല ഭംഗിയുള്ള മല. അടിപൊളി സ്ഥലം കേട്ടോ. ഇതുവരെ നല്ല വഴിയായിരുന്നു കേട്ടോ. പക്ഷെ പിന്നെ അടുത്ത് നമ്മള് മലയുടെ അടിയിലേക്ക് എത്താറായപ്പോഴേക്കും വഴി വളരെ ചെറുതായി, കുഞ്ഞ റോഡായി. അതും നല്ല കടപട റോഡാണ്. ഞങ്ങക്ക് ഓഫ് റോഡിങ് ആണ്. അതെ, കാറ് പോവോ തിരിച്ചു വരാൻ ബുദ്ധിമുട്ടാവോ എന്നൊക്കെ ഒരു പരിഭ്രമത്തിലാണ് വണ്ടി ഓടിക്കണേ. ഞങ്ങൾ പാടത്ത് കണ്ടൊരു സംഭവം അത്. എനിക്ക് തോന്നുന്നു ഇതിന്റെ പിന്നില് ഇവിടെ ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. ഇവിടെ വേണമെങ്കിൽ ഒരു വടി കൂടി ഉണ്ടായിരുന്നിരിക്കണം. അങ്ങനെ വെച്ചാ എന്തേലും വന്നാലേ, ഇപ്പോൾ പ്രാവുകളോ എന്തേലൊക്കെ വന്ന് കൊത്തിത്തിന്നാൻ വരുമ്പോൾ ഇത് സൗണ്ട് ഉണ്ടാക്കുമല്ലോ ആ പ്ലേറ്റിൽ ഇടിച്ചിട്ട്, അതിനുള്ള പരിപാടിയാ തോന്നുന്നുണ്ട്. അറിഞ്ഞൂടെ, എൻ്റെ ഒരു ഗസ്സാണ്, വൈൽഡ് ഗസ്സാണ് അതൊക്കെ. എന്തായാലും കാറ്റുള്ള സമയത്ത് ഇത് കറങ്ങുന്നുണ്ട്. ഒരു ഫാൻ, ഒരു കുട്ടി ഫാൻ ഇതാ കറങ്ങുന്നു. ഇത് കൊച്ചി പൊള്ളാച്ചി റോഡാണ്. അവിനാശി, തിരുപ്പൂരൊക്കെ വരണത്, ഗോവിന്ദാപുരത്തേക്കൊക്കെ പോണ വഴി. ഇതിന്റെ ഈ റോഡിന്റെ 2 പുറവും നല്ല ഭംഗിയാണ് കേട്ടോ. ശരിക്കും കുറെ സ്ഥലങ്ങളില് നെൽപ്പാടങ്ങള് നിറഞ്ഞു കിടക്കണ നെൽപ്പാടാണ്. ഇടയിൽ കൂടെ വരമ്പത്ത് മുഴുവന് ഒന്നുകിൽ തെങ്ങാവും അല്ലെങ്കിൽ പനകളായിരിക്കും. അപ്പൊ നല്ല രസമാണ്. ആ കാണാനുള്ള ഒരു കാഴ്ച നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയാണ്. ചിലപ്പോ അപ്പുറത്ത് ഇപ്പൊ ഞങ്ങള് പോണ സമയം രാവിലെ ആയിരുന്നുണ്ട്, അപ്പൊ കുറേശ്ശെ മേഘം കെട്ടി നിൽക്കുമായിരുന്നു. അതല്ലാന്നുണ്ടായിരുന്നു വെച്ചാ ശരിക്കും അപ്പുറത്ത് മലനിരകൾ വരെ കാണാൻ പറ്റുമായിരുന്നു ഈ റോഡിൽ കൂടെ പോകുമ്പോ. കാട്ടിക്കൂടെ പോകുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എവിടേക്കാ പോകണ തോന്നില്ല. പക്ഷെ നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. മുതലമട റെയിൽവേ സ്റ്റേഷൻ. സ്റ്റേഷന്റെ മുന്നിലെത്തി, കുട്ടികളെല്ലാരും കളിക്കുന്നു. അതെ, നമ്മൾ സ്റ്റേഷന്റെ അടുത്തെത്തി. ഓക്കേ, ഇത് മുതലമട റെയിൽവേ സ്റ്റേഷൻ. ഒട്ടേറെ സിനിമകൾക്ക് ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിരുന്നു ഈ റെയിൽവേ സ്റ്റേഷൻ. ശരിക്കും കേരളത്തിൽ തന്നെ, സൗത്ത് ഇന്ത്യയിൽ തന്നെ ഭംഗിയുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ് ഈ മുതലമട റെയിൽവേ സ്റ്റേഷൻ. ഈ മുതലമട റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ സാധാ ട്രെയിനുകളൊന്നും നിർത്തുന്നില്ല. ഇവിടെ ആകെ ഉള്ളത് ഒരു പാസഞ്ചർ ട്രെയിൻ മാത്രമേ സ്റ്റോപ്പുള്ളൂ. തിരുച്ചെന്തൂർക്ക് പോകുന്ന പാലക്കാട് നിന്ന് വരുന്ന ട്രെയിൻ, അതിന് മാത്രമേ ഈ മുതലമട റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പുള്ളൂ. ബാക്കി ചെന്നൈയിൽ നിന്ന് വരുന്നതും പിന്നെ രാമേശ്വരത്തേക്ക് പോകുന്ന എക്സ്പ്രസ്, അമൃത എക്സ്പ്രസ്, അതിനൊന്നും ഇവിടെ സ്റ്റോപ്പില്ല. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നേരെ കൊല്ലങ്കോട്, പിന്നെ പാലക്കാട് അല്ലെങ്കിൽ പൊള്ളാച്ചി, അത്രേ സ്റ്റോപ്പുള്ളൂ. മുമ്പ് അവിടെ മീറ്റർ ഗേജ് ആയിരുന്നു, ഇപ്പൊ ബ്രോഡ് ഗേജ് ആണ്. അതെ, വലുതാക്കിയിട്ടുണ്ട് സ്റ്റേഷൻ.
സ്റ്റേഷൻ കുറച്ചും കൂടി ഭംഗി വെച്ചു അല്ലേ? അതെ, നന്നായിട്ടുണ്ട്. പക്ഷെ ആ പഴയ ഒരു കുറെ മരങ്ങളും ആളുകളും ഒക്കെ അതൊക്കെ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ അവർ കുറെ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിന്റെ നടുക്കിൽ തന്നെ വലിയൊരാളുണ്ട്. നമുക്ക് അതിന്റെ കാഴ്ചകൾ കാണാം. യാത്രിയോം കൃപയാ ധ്യാൻ ദീജിയേ. ഈ അനൗൺസ്മെന്റിന് വേണ്ടിയിട്ട് നമ്മുടെ മുതലമട റെയിൽവേ സ്റ്റേഷൻ കൊതിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ, കൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. മുതലമട റെയിൽവേ സ്റ്റേഷൻ കണ്ടു കഴിഞ്ഞ ശേഷം അടുത്ത് ഞങ്ങൾ വന്നത് മീങ്കര ഡാമിൽ. മീൻകര ഡാം. അതായത് പോണ വഴി ഞങ്ങൾ ആ ബോർഡ് കണ്ടു. അന്നാ ശരി മീങ്കര ഡാം കയറി കാണാന്ന് വിചാരിച്ചു. നമ്മുടെ യാത്രക്ക് നേരത്തെ പറഞ്ഞല്ലോ ലക്ഷ്യങ്ങളൊന്നുമില്ല, എവിടെയാണ് അതെ ഡെസ്റ്റിനേഷൻസ് ഉണ്ട്. പാലക്കാടിന്റെ പ്രാന്തപ്രദേശങ്ങളിലൂടെ വണ്ടി ഓടിക്കുക, വഴിയിൽ കാണുന്ന കാഴ്ചകളെല്ലാം പോയി കാണുക. അതെ, അങ്ങനെ ഞങ്ങൾ എത്തിയിരിക്കുന്നു മീൻകര ഡാം. ഗായത്രിപ്പുഴയ്ക്ക് കുറുകെയാണ് ഈ ഡാം ഉള്ളത്. അതായത് ഗായത്രിപ്പുഴയാണ് പിന്നീട് നമ്മുടെ ഭാരതപ്പുഴയിൽ എത്തിച്ചേർന്നത് കേട്ടോ. ഈ ഡാമിന്റെ റിസർവോയറില് കുറെ ദൂരം നോക്കിക്കഴിഞ്ഞാൽ നടുക്കില് കുറെ പനകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. നല്ല രസമുണ്ട് ആ ഒരു വ്യൂ. ശരിക്കും പഴയ ഒരു ഡാം, നിറയെ പുല്ലൊക്കെ മുളച്ച്. ഇതൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞാൽ കുറച്ചും കൂടി റിസർവോയർ നേരെ കാണാമായിരുന്നു. ഇന്ന് ഞങ്ങള് യാത്ര ചെയ്ത സ്ഥലങ്ങളൊക്കെ ശരിക്കും കേരള തമിഴ്നാട് ബോർഡറാണ്. പല ഭാഗങ്ങളിൽ എത്തിയ നമ്മൾ തമിഴ്നാട്ടിൽ എത്തിയ പോലത്തെ ഒരു ഫീലാണ്. നിറയെ തമിഴിലുള്ള ബോർഡർ, എല്ലാത്തിനും തമിഴ്നാടിന്റെ ഒരു ടച്ച് ഉണ്ട്. മാത്രമല്ല ഇലക്ഷൻ ചൂടും, രണ്ട് സൈഡിലും എല്ലാ പാർട്ടികളുടെയും കൊടിതോരണങ്ങളാണ് പല സ്ഥലത്തും. ഞങ്ങളിപ്പോ ഉള്ളത് മുതലമട എന്ന് പറഞ്ഞാൽ മാംഗോ സിറ്റി എന്നാണ് അറിയപ്പെടുക. ഇവിടെ ധാരാളം മാന്തോപ്പുകളുണ്ട്. എന്റെ പിന്നിൽ കാണാല്ലേ, ഞാനിപ്പോ ഒരു മാന്തോപ്പിന്റെ മുന്നിൽ ഇരുന്ന് വെറുതെ ഫോട്ടോ എടുക്കായിരുന്നു. ഞങ്ങള് ഈ പാലക്കാട് ഈ ഒരു ട്രിപ്പില് കണ്ട സ്ഥലങ്ങളും അറിഞ്ഞ ആളുകളും എല്ലാവരും സാധാരണക്കാരായിരുന്നു. വലിയ കാര്യമായിട്ട് വിനോദസഞ്ചാരികളെ കൊണ്ട് തിങ്ങി നിറഞ്ഞ സ്ഥലത്തേക്കൊന്നും അല്ല പോയത്. നമ്മൾ വെറുതെ ഒരു യാത്ര നടത്തി ആ വഴിയിൽ കണ്ട ആളുകളെ, വഴിയിൽ കണ്ട സ്ഥലങ്ങളൊക്കെ ഒന്നും കൂടി കണ്ട് പരിചയപ്പെട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇതും ഒരു തരത്തിൽ പറഞ്ഞ രസകരമായിട്ടുള്ളൊരു ട്രിപ്പായി.